പാലക്കാട് നെന്മാറയിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിച്ച പ്രതി BJP സ്ഥാനാർത്ഥി. നെന്മാറ പഞ്ചായത്തിലെ 17-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതിയെയാണ് പോലീസ് പിടികൂടിയത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രഭാവതി പിടിയിലായത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ്. അനൂപ്, വെള്ളിയാഴ്ച രാത്രിയാണ് നെന്മാറ മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ മോഷണം ഉണ്ടായത്. പ്രഭാവതി എന്ന സ്ത്രീ ക്ഷേത്രത്തിനകത്ത് കയറുന്നു, ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിക്കുന്നു, അകത്തുണ്ടായിരുന്ന 10,000-ലധികം രൂപ മോഷ്ടിക്കുന്നു. അതിനുശേഷം പുറത്തു കടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ഭാരവാഹികൾ വന്ന് പരിശോധിച്ചപ്പോഴാണ് പൂട്ട് പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ നെന്മാറ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് എത്തി പരിശോധിക്കുന്നു. സമീപ പ്രദേശത്തെ CCTV ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പ്രഭാവതി എന്ന കാര്യം തിരിച്ചറിയുന്നത്. അവരുടെ ദൃശ്യങ്ങൾ കൃത്യമായും CCTV ക്യാമറയിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഇതിനു മുമ്പും മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലും പ്രതിയാണ്. 2020 നെന്മാറ പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു പ്രഭാവതി. ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിൽ പണികൾ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ക്രിമിനൽ കേസിൽപ്പെട്ട ഒരു പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതൊക്കെ ഇവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാതെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. നല്ല സ്കില്ലുള്ള എന്റെ പൊന്നോ മാധ്യമപ്രവർത്തകർ തന്നെ ഇതൊക്കെ ചിരിക്കാതെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തോറ്റ സ്ഥാനാർത്ഥിയായിട്ട് ഇതാണ് അവസ്ഥ. എങ്ങാനും കൈതട്ടി എങ്ങാനും ജയിച്ചിരുന്നെങ്കിലും പുള്ളിക്കാരത്തിന്റെ നെന്മാറ വേല കുറെ കണ്ടാന് മറ്റേ മോഹിനിയാട്ടത്തിലെ പോലെ സ്വന്തമായിട്ടൊരു അമ്പലമൊക്കെ തുടങ്ങി. അയ്യോ, എന്നാലും ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കണം. അമ്പോ, ഞാനിത് ജയിച്ചിരുന്നെങ്കിലോ ഈ സ്ത്രീ. ഓ, ആലോചിക്കാൻ വയ്യ. നെന്മാറക്കാർക്ക് ഭാഗ്യമുണ്ട്, ജസ്റ്റ് മിസ്. വല്ലാത്ത ജാതി സാധനങ്ങൾ ഇങ്ങനെ ഡെയിലി ഓരോന്നും വരുമല്ലോ ചെയ്യിപ്പിക്കാൻ.